വർഷത്തേക്കുള്ള നമ്മുടെ മുതൽക്കൂട്ടാണിത് ഈ കിടക്കുന്നത്. നമുക്ക് കിട്ടാനുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കിടക്കുന്നത്. അതിനകത്തുനിന്ന് എങ്ങനെയാലും ഒരു 10-60 വിത്ത് കാണും. അത് മതി. നാടൻ പണ്ടത്തെ ഗുണവും നല്ലതാണ്. എല്ലാ വീടുകളിലും ചെടികളൊക്കെ അല്ലേ വെക്കുന്നത്. ഞങ്ങള് അതിന് പകരം മൊത്തം വീടിന് മൊത്തം മുറ്റത്ത് മൊത്തം പച്ചക്കറി, പാവല്, പടവല്, അങ്ങനെയൊക്കെ. അതൊരു വരുമാനം കൂടിയാണല്ലോ. അത് ഇപ്പോൾ 2 വർഷമായിട്ട് ഇല്ല 2 വർഷമായിട്ട് ഇത് തുടർന്ന് പോകുന്നുണ്ട്. ഭംഗിയല്ലേ ഇതിൻ്റെ അടുക്കെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല. അതാണ് വാസ്തവം. മനസ്സിനൊരു സന്തോഷം, പൈസയും ആവും. അതെ. എൻ്റെ കൃഷിക്ക് എൻ്റെ വൈഫിൻ്റെ സാരി വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാര്യം എന്താ പറയുന്നത്, കീടനിയന്ത്രണം. ഇതിനകത്ത് ഇവിടെ അങ്ങോട്ട് പറഞ്ഞൊന്നും കീടങ്ങളൊന്നും കയറത്തില്ല. കീടങ്ങളൊന്നും കയറാതെ വന്ന് ഇതിന്മേൽ തട്ടിയിട്ട് തിരിച്ചു പോരും. പിന്നെ വന്ന് തന്ന മേളിൽ കൂടി കയറാനുള്ള അത് അത്രയൊക്കെ ഇങ്ങനെ വരത്തില്ല. പിന്നെ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഈ അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ നോട്ടമൊന്നും കിട്ടത്തില്ല. നമുക്കതൊരു ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയല്ലേ, കൊതി കിട്ടി എന്നൊക്കെ പറയല്ലേ, അതുപോലെ അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മളങ്ങനെ വർഷങ്ങളായിട്ട് ഇത് തന്നെ ഇടും. സാരി ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ ഈ കീടം വന്നതിൻ്റെ സൈഡിൽ കുത്തി ഇത് ഊട്ട വീട്ട് കേടായിപ്പോവും. ഇത്ര അധികം ഡാമേജൊന്നും വന്നില്ല ഈ സാരി ഇങ്ങനെ ഇട്ട കാരണം. വിളവെടുപ്പൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായി. എന്നാലും എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരു 25-26 വർഷമായിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ആൾക്കാർ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കൊതിക്കള്ളിയാണ്, ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കൊതിയെ കേൾക്കത്തില്ലെന്നൊക്കെ പറയും. അതിലൊക്കെ വിശ്വാസമുണ്ട്. പിന്നെ അത് നമ്മൾ കുറച്ച് വിശ്വസിക്കാനൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്, പോയിട്ടുള്ളത് ഒക്കെ ഉള്ളതാണ്. പിന്നെ ഈ കെണി ഇതുണ്ട്. ഈ കെണിയുടെ നമുക്കിപ്പോൾ സാധനങ്ങൾ ഇങ്ങനെ വന്ന് ഈ കുത്തുന്ന പ്രാണി, മഞ്ഞക്കിണി, ഈ ഇതിന്മേൽ കുത്തുന്ന പ്രാണി അമ്മ വന്ന് ഒട്ടിയിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ നിറച്ച് മേടിച്ചിട്ടിരിക്കും, നിറച്ചുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞാനീ നമുക്കൊരു പാർട്ടി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വെച്ച് പച്ചക്കറി എടുക്കാൻ വരും. അപ്പോൾ അവന് എല്ലാ സാധനം ഒരു കട ഉൾക്കാടാണ് അവൻ്റെ. പച്ചക്കറി എടുത്ത് തുടങ്ങണം. എൻ്റെ അടുത്ത് വന്ന് അപ്പൊ ഇതാണ് സഹായിക്കുന്ന ആള്. ഇതാണ് സഹായി. ഇത് ഇപ്പം 3 വർഷമായിട്ട് മുറ്റത്ത് ഇതിങ്ങനെ നമ്മൾ ചെയ്യണതാണ് സ്ഥിരമായിട്ട്. 3 വർഷമായി ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അടുത്ത ഞാനൊരു ഇതെല്ലാം മാറ്റിയിട്ടൊരു ചേന കൃഷി ചെയ്താലും ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നു. ചേന ഇപ്പോൾ വളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത്. അത് വളം തന്നെ, വളം കോഴിവളം. ഇപ്പം ഇത്രയും ചെയ്യാനായിട്ട് 35 ചാക്ക് കോഴിവളം, 1 ചാക്ക് എല്ലുപൊടി, 1 ചാക്ക് വേപ്പിണ്ണാക്ക്, പിന്നെ 19 ചാക്ക് ചാണകം എല്ലാം കൂടി ഇട്ട് നിറച്ചിട്ടാണ് നമ്മൾ കൃഷി. സമയം തീരെയില്ല. അതായത് എനിക്ക് വർഷപ്പൂണിയാണ്. വർഷപ്പൂണിയുടെ അകത്ത് പിന്നെ രാവിലെ ഒരു 9 മണിക്കെങ്കിലും നമുക്ക് വർഷാപ്പിൽ ചെല്ലണം. അതൊക്കെ മുമ്പ് നമ്മൾ 5 മണി വലിയ ടിപ്പറിൻ്റെ ഒക്കെ മെക്കാനിക് വർക്കാണ്. വലിയ വണ്ടിയുടെ പണിയാണ് കൂട്ടുന്നത്. മെയിൻ പണി അതാണ്. ഇതിപ്പോൾ ഒരു നമ്മുടെ വീടിനൊരു അലങ്കാരവും ഇതെല്ലാം കൂടെ കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തൊരു പരിപാടിയാണ്. കുക്കുംബർ സമയം അതിൻ്റെയൊക്കെ ആയി. കുക്കുംബർ തീരാറായി. കുക്കുംബർ നമ്മളത് സ്നോ വൈറ്റ് കുക്കുംബർ കൃഷിയാണ് നമുക്ക് മെച്ചം. കുക്കുംബറാണ്. കുക്കുംബർ എന്ന് പറഞ്ഞാൽ നല്ല തൂക്കം കിട്ടും. ഉണ്ടാകണമെങ്കിൽ നല്ല ശരിക്ക് ഉണ്ടാകും സാധനം. ഒരു 10-30 കിലോ വരെ കുക്കുംബർ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ദിവസം. 5 മണിയാകുമ്പോൾ എണീക്കും. 5 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ചേട്ടനോടൊപ്പം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനും പച്ചക്കറിയൊക്കെ എടുത്ത് സഹായിക്കും. നമ്മുടെ ശരിക്കുള്ള തൊഴിലെന്ന് പറയുമ്പോൾ വർഷപ്പൂണി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൂടി ആകുമ്പോൾ 2 പേരുണ്ട്. ഒരാൾ 10ാം ക്ലാസ്സിലുമാണ്, ഒരാൾ ബിടെക്കിനും പഠിക്കാൻ തിരുവനന്തപുരത്താണ്, ചിത്രനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ ഇതിൽ നിന്നൊരു വരുമാനം കൂടി ഉണ്ടെങ്കിൽ അത്ര ആശ്വാസം. ആപ്പാട് ഞങ്ങൾക്ക് മൊത്തം 30 സെൻറ്റ് സ്ഥലമാണ്. അതിൽ ചുരുങ്ങിയ നമ്മുടെ വീടും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ കംപ്ലീറ്റ് സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഒരു 10-20 സെൻറ്റ് സ്ഥലത്തിന് കാണും. നമ്മൾ ഈ പാവക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ആയിട്ട് നമ്മൾ പണ്ട് മുതലുള്ള വിത്ത് നമ്മൾ വെച്ചിട്ട് ഇത്തവണത്തെ നമ്മൾ ഈ ഹൈബ്രിഡ് വിത്തൊന്നും അല്ല ഇത്. നമ്മുടെ സാധാരണ നാടൻ വിത്ത് തന്നെ നമ്മൾ എല്ലാ വർഷവും ഓരോ പാവക്ക 1-2 പാവക്ക വിത്തിനിട്ട്
വിത്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ചെയ്യണ പരിപാടിയാണ് ഈ പാവക്കയാണ്. അതിപ്പോൾ ഈ പ്രിയങ്ക ഇനത്തിൽപ്പെട്ട ഒരു പാവക്കയാണ്. അത് ഇത്തവണയും പരമ്പരാഗത വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. എല്ലാം അല്ല, ഈ പാവല് പരമ്പരാഗത വിത്ത്. മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല മുള്ളുള്ള പാവക്ക, ഇതുപോലത്തെ മുള്ളുള്ള പാവക്ക ഷേപ്പ് നല്ല ഷേപ്പായിരിക്കും. ഇവിടെ പിന്നെ വേറെ കാര്യം പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇത്തവണ ഇവിടെ ആള് വന്നെടുത്തോളും. വിളവ് ഒന്നിത്രയുടെ എടുക്കും. അത് ഇന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാ വെച്ചെടുക്കാം. അതുണ്ടോ അതെ മത്തങ്ങ ഇരിക്കുന്നുണ്ടോ? മത്തങ്ങ ഇടക്ക് വന്ന് ഇങ്ങനെ ഇരിക്കും. സാമ്പത്തികത്തിനപ്പുറം കൃഷി എങ്ങനെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് അറിയാനാ? സാമ്പത്തികത്തിനായിട്ട് നല്ല ഇതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റം തന്നെ നല്ല ഭംഗിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ചെടി വെക്കുമ്പോൾ നമ്മൾ കൃഷി കൊണ്ട് ആനന്ദം കൊള്ളിയാണ്. അപ്പോൾ അതിനകത്ത് സാമ്പത്തികത്തിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു ഭംഗിയും ഇതെല്ലാം കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷവും. പിന്നെ നല്ല ഭംഗിയല്ലേ? നിങ്ങൾക്ക് ഇത് കാടാണെന്ന് തോന്നും, എന്നാലും ഞങ്ങളുടെ ജീവിതമാർഗം കൂടിയാണ് ഇതൊരു സൈഡ്. ഇത് വേറെ സൈസ് പാവക്കാണ്. ഇത് രണ്ടും പച്ച. ഇത് എൻ്റെ ഇടക്കുണ്ട്. ഇതാണ് കവർ ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചില്ലേ? കണ്ട എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന കണ്ട. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഒരു പീച്ചിലിന്റെ ഒരു വരമ്പുണ്ട്. വെള്ളം അത് കാരണം നമുക്ക് ഒരു 3/4 ഭാഗം ആശ്വാസം. ട്രിപ്പിട്ട് കഴിഞ്ഞാൽ സാധനം അങ്ങനെ നടന്നോളും. നമ്മൾ നമ്മുടെ ജോലി നോക്കുക. എങ്ങനെയായാലും ഞാൻ ഇതിനകത്ത് ഒരു 3 മണിക്കൂറോളം ചിലവഴിക്കും. എല്ലാം നോക്കി കവറിടല്, അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഇളവൻ മേളിക്കര് ഇളവനുണ്ടായിട്ടുണ്ട്. ഇന്നടത്തുന്നില്ല, സ്വാതന്ത്ര്യത്തോട്ടാണ് വളർന്നു പോയത്. ഇങ്ങോട്ട് മാറ്റി പിടിക്കുക. അവരെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. അവന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്ത കാരണം അവൻ കറങ്ങി അടുത്ത പുരയിടത്ത് പോയി ഒളിച്ചു കിടക്കുകയാണ്. നമ്മൾ ചെത്തിക്കൊണ്ട് മതിലാടി പോകുന്നു. അടുത്ത പുരയിടത്ത് പോയി ഒളിച്ചു കിടക്കുകയും ചെത്തായിരിക്കാനായിരിക്കും ചിലപ്പോൾ. പിന്നെ വെണ്ട, ഇത് നാടൻ ഇനത്തിൽ പെട്ടൊരു വെണ്ടയാണ്. അതിപ്പോൾ വെണ്ട കൃഷി നമ്മൾ എടുക്കുന്നുണ്ട്. കൃഷി എടുത്തിട്ടിപ്പോൾ ഏകദേശമൊക്കെ തീരാറായി. എന്നാലും കുഴപ്പമില്ലാതൊക്കെ ഉള്ള വിളവുണ്ടായിരുന്നു. സുരേഷ് ചേട്ടാ, പിന്നെ നമ്മുടെ സാധനം എടുത്തിട്ട് പോകുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേർക്കൊന്ന് പറഞ്ഞ് വിടാനായിട്ട് ഉള്ളത് അത്ര പാടില്ല. അവിടുത്തെ നമ്മുടെ വിളവെടുപ്പ് അത് കുറച്ചേ ഉള്ളൂ. സാധനം ഏകദേശം തീരാറായി. ഇതാണ് പരിചയപ്പെടുത്താന്ന് എന്റെ അടുത്ത ക്ലാസ്മേറ്റ് ആണ്. വർഷങ്ങളായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളൊരു ക്ലാസ്സായിരുന്നു. ഈ കിഴക്കേ സൈഡിലൊക്കെ നിറച്ച് പച്ചക്കറിയായിരുന്നു. ഇന്നാ വീട്ടുമുറ്റത്തൊക്കെ മാറ്റി. അന്ന് ആ പറമ്പ് നിറച്ച് പാവൽ കൃഷി. ഇവിടെ വരും. പാവൽ കൃഷി സന്തോഷമാണ് ഇവ നല്ല കൃഷിയിലൊക്കെ. അപ്പൊ ഞാൻ അവന്റെ പാദം ഞാനും ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. സാധാരണ കർഷകർ വിൽക്കാൻ ഭയങ്കര പാടാന്ന് പറയാം. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇല്ല. ഇപ്പൊ ഇവിടെ വരും, വന്ന് കൊണ്ടുപോകും. ആദ്യം കുക്കുമ്പറ നാളെ വരിക. നാളെ മറ്റന്നാൾ വരികയല്ലേ? പെട്ടിയാണുണ്ടോ? കച്ചവടം കഴിഞ്ഞ് പൈസയും കിട്ടി. അപ്പൊ അവക്ക് സന്തോഷമായി. അതല്ല, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. അപ്പോൾ എനിക്കിപ്പോൾ 10ാം ക്ലാസ്. അപ്പോൾ എനിക്കിപ്പോൾ വർക്ക്ഷോപ്പിൽ പോകാൻ സമയമായി. അപ്പോൾ ഞാനങ്ങോട്ട് പോട്ടെ. എല്ലാവർക്കും അടുത്ത പരിപാടി ഒരു മെക്കാനിക്കാണ്. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ പോയാണ്. എല്ലാവിധ ആശംസകളും. ഓക്കെ.